ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പുളിങ്ങോം റോഡ്, ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ്, ചെറുപുഴ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുവരികയാണ്. മാസപ്പടി കേസിൽ വീണ വിജയന് കമ്പനികാര്യ മന്ത്രാലയം കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്ന ആവശ്യവുമായി KPCCയുടെ ആഹ്വാനപ്രകാരം പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം പുളിങ്ങോം ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജെയിംസ് രാമത്തറ സ്വാഗതം ആശംസിച്ചു. VV ദാമോദരൻ, ബാബു കാണക്കൊമ്പിൽ, ബാലചന്ദ്രൻ മാസ്റ്റർ, സുമേഷ് എംബ്രയിൽ, പഞ്ചായത്ത് മെമ്പർ പ്രവീൺ KD, പ്രണവ് കരാള, പൗലോസ് കരികുളം, ജോയി കുടീരിയൽ, ടോമി ചാത്തൻകുന്നിൽ, ജോസഫ് കണിയാമ്പറമ്പിൽ, ജോയി വരളിക്കര, സ്കറിയ നടുവിലേക്കൂറ്റ്, സജി പൊടിമറ്റത്തിൽ, ശശി ശ്രീവിലാസം എന്നിവർ നേതൃത്വം നൽകി. ഒരു സേവനവും നൽകാതെ, ഒരു പണിയും എടുക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വാധീനത്തിന്റെ പേരിൽ എക്സാലോജി കമ്പനിയിൽ നിന്നും CMRൽ നിന്നും എക്സാലോജി കമ്പനി എന്നൊരു കമ്പനി തട്ടിക്കൂട്ടി ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ തന്റെ അക്കൗണ്ടിലേക്ക് നിർബാധം കടന്നു വരികയാണ്. നമുക്കറിയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ മകൾ വീണ വിജയനിലൂടെ മാത്രമേ സാധിക്കൂവെന്ന് ഈ നാട്ടിലെ സമ്പന്നരായ കോർപ്പറേറ്റുകൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ആ വീണ വിജയൻ വഴി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചുകൊണ്ട് തങ്ങളുടേതായ കള്ള കച്ചവടം വികസിപ്പിച്ചെടുക്കുക വഴി ലാഭമുണ്ടാക്കുകയും അതിന്റെ ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നടക്കുന്ന അത്രയും കൃത്യമായ അഴിമതിയാണ് ഇത് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആദ്യമായി കേരള നിയമസഭയിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് യശശരീരനായ നമ്മുടെ PT തോമസ് MLA ആണ്. തുടർന്ന് അങ്ങോട്ട് ശ്രീ മാത്യു കുഴൽനാടനോടെ കേരള നിയമസഭക്കകത്തും പുറത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഈ ശക്തമായ വിഷയം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം SFIയുടെ കണ്ടെത്തൽ വീണ വിജയൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് വഴി അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് കഴിഞ്ഞ ദിവസം കമ്പനികാര്യ മന്ത്രാലയം നൽകിയിട്ടുള്ളത്. ഈ കുറ്റം കേവലം ഒരു നിസാരമായ കുറ്റമല്ല. 10 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം, ഒരു സാമ്പത്തിക തട്ടിപ്പ് ആണിത് നടന്നിരിക്കുന്നത്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ആ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നു വരികയാണ്. അവിടെ പ്രമേയങ്ങളൊക്കെ വലിയ വലിയ പ്രമേയങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തിന്റെ അവരുടെ കടന്നുവരവിനെ ചെറുക്കും എന്നൊക്കെ വലിയ വീരവാദം മുഴക്കി ആ പാർട്ടി ഇന്ന് കേവലം സംഘപരിവാറിന്റെ തന്റെ മകളെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കുക എന്ന മിനിമം പരിപാടിയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം? ആരെങ്കിലും എന്തെങ്കിലും തന്നെ തന്റെ പാർട്ടിയിൽ വിരുദ്ധമായ അഴിമതികളോ മറ്റെന്തെങ്കിലും ചെയ്താൽ കൃത്യമായി ചോദ്യം ചെയ്യാനും അത് തിരുത്തിക്കാനുമുള്ള ശക്തി ഒരു കാലത്ത് CPM ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് ആ പാർട്ടി എത്തിപ്പെട്ടിരിക്കുന്ന അപജയത്തിന്റെ ആഴം എത്രയാണ് എന്ന് എത്രയാണെന്ന് നമുക്ക് അളന്നു തൂക്കാൻ സാധിക്കാത്ത വിധം ആ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേവലം പിണറായി വിജയന്റെ ആശാനുവർത്തികളായി അദ്ദേഹം എന്താണോ പറയുന്നത് അത് അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവരായി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ചെല്ലും ചെലവും കൊടുത്തിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങൾ, ബംഗാളിലും അതുപോലെ ത്രിപുരയിലും മറ്റും ഭരണത്തിലിരിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ ശക്തിയായി നിൽക്കുകയും ചെയ്തിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കേവലം കേരളത്തിന്റെ പച്ചത്തുരുത്തിൽ അവസാന നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പിണറായി പറയുന്നത് പോലെ പിണറായിലെ പാറപ്പുറത്ത് വിതച്ച ഈ വിത്ത് ആ പിണറായിയുടെ കൈകൊണ്ട് അവസാനിക്കാൻ ഇനി അധികം ദൂരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു ഈ പാർട്ടി അഴിമതിക്കാരുടെ, കോർപ്പറേറ്റുകളുടെ, പണക്കാരുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു. സാധാരണക്കാരന്റെ ഭാരം ചുമക്കുന്നവന്റെ, കഷ്ടപ്പെടുന്നവന്റെ,
വിഭാഗത്തിന്റെ മുന്നണി പോരാളികളായി കടന്നു വന്നിരിക്കുന്ന ഒരു കാലത്ത് കടന്നു വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വിശേഷിച്ച് മാർക്സിസ്റ്റ് പാർട്ടി, ഇന്ന് കേവലം ഇത്തരം മാഫിയകളുടെ തടവറയിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോടിക്കണക്കിന് രൂപ ഒരു കാലത്ത് പിണറായി വിജയന് ലാവണ്യം കേസിൽ അഴിമതി ആരോപിക്കപ്പെട്ടപ്പോൾ ഒരു പക്ഷേ CPM ഉൾപ്പെടെയുള്ളവർ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഇപ്പോഴത്തെ ഈ കഥ ആ പാർട്ടി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. കേവലം ആ കുടുംബത്തിലേക്ക് മാത്രം, അധികാരം ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഏറ്റവും അപകടകരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയൊക്കെ താഴ്ന്നിലൂടെ തകർച്ച നേരിട്ട് അവസാന ഘട്ടത്തിൽ ഇതുപോലെ അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ്, ഈ അധികാര കേന്ദ്രീകരണമാണ് അവസാനം ആ പാർട്ടിയെ തകർച്ചയിൽ എത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ അധികാരത്തോടുള്ള ആ അധികാര കേന്ദ്രീകരണം CPM ഒരു പാർട്ടി ഇല്ലാതാവാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഈ പിണറായി വിജയൻ എന്ത് പറയുന്നുവോ അത് മാത്രം പറയാനും അത് മാത്രം അനുസരിക്കാനും വിധിക്കപ്പെട്ട പാർട്ടിയായി CPM മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങളുടെ പ്രൈവറ്റ് കാര്യമാണെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം പറയുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് രാജി ആവശ്യപ്പെടുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരം ഏറ്റെടുത്ത ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കേരളത്തിലെ പൊതുസമൂഹത്തോടത്തേക്കും ബാധ്യത കാണിക്കണം. ആ ബാധ്യത തന്റെ മകളെയും തന്റെ കുടുംബത്തെയും സംരക്ഷിക്കാൻ മാത്രം ഈ ജനങ്ങളേൽപ്പിച്ച അധികാരം ഉപയോഗപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു നിമിഷം പോലും ഈ ധാർമ്മികമായ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ, ധാർമ്മികതയുടെ അല്പമെങ്കിലും കണിക വിശേഷിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ടുകളുടെയും വൈവിധ്യമാർന്ന കലവറയുമായി മലയോര മേഖലയിലേക്ക് കടന്നുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പുളിങ്ങോം റോഡ്, ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ്, ചെറുപുഴ. ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം, മനോഹരമായ ആധുനിക ഡിസൈനുകൾ, ഉയർന്ന ഗുണനിലവാരം, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. വിവാഹ പർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മാണ വിലയിൽ ലഭ്യമാണ്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുളിങ്ങോം റോഡ്, ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ്, ചെറുപുഴ. സ്പർശയുടെ 7ാമത്തെ ഷോറൂം കണ്ണൂർ, ചെറുപുഴയിൽ. കണ്ണൂരും ഇനി ഫിജിറ്റലാകും. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊച്ചി, മലപ്പുറം, കാലിക്കറ്റ്, കണ്ണൂർ. ഫോൺ 8593874666. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമിത പ്രമോദ്. ഞാനിന്ന് കണ്ണൂർ ചെറുപുഴയിൽ സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ 7ാമത്തെ ഷോറൂം ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടാണുള്ളത്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊച്ചി, മലപ്പുറം, കാലിക്കറ്റ്, കണ്ണൂർ.